വികസന നയരേഖയിലെ സെസ് പിരിവ് നിർദ്ദേശം സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ ലൈനിനോട് യോജിക്കുന്നതാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവത്കരണത്തിലും ചർച്ചയിൽ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ എതിർക്കാൻ ആരും തയ്യാറായില്ല. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിന്മേൽ നടന്ന പൊതുചർച്ചയിൽ ആശങ്കകളും സംശയങ്ങളുമാണ് നിറഞ്ഞു നിന്നത്. നവകേരള രേഖയൊക്കെ കൊള്ളാം, പക്ഷേ പാർട്ടി നയങ്ങളോടും ആശയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ ഇതെന്നായിരുന്നു കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണന്റെ ചോദ്യം. ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്ന് പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രേഖയിൽ വ്യക്തത വേണമെന്നായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്ന മറ്റൊരാവശ്യം. സെസ് പിരിവിലും സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നതിലുമാണ് വ്യക്തത ആവശ്യപ്പെട്ടത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്, വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ നടപ്പിൽ വരുത്താവൂവെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ചർച്ചയിൽ ആശങ്ക പ്രകടിപ്പിക്കപ്പെട്ടു. സ്വകാര്യവൽക്കരണം നടപ്പാക്കിയാൽ തിരിച്ചടിയുണ്ടാകും. ബംഗാൾ സംഭവിച്ചതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ നേതൃത്വം തള്ളിയില്ല. നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. നാളെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം നവകേരള വികസന രേഖ സമ്മേളനം അംഗീകരിക്കും. ഇടതുമുന്നണിയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. R. ശ്രീജിത്ത്, 24, കൊല്ലം.